ഷംസാദ് വരയ്ക്കാറുണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ശ്രീ ഷംസാദ്, ഇവിടെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് നടന്നു എന്നാണ് സ്ഥാപനത്തിന്റെ മുൻ ജീവനക്കാരനും ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൂടിയായിട്ടുള്ള നൌഷാദ് പറയുന്നത്. എങ്ങനെ ഇടപെടാമെന്നാണ്? ഇവർക്ക് ഈ തുക തിരിച്ചു നൽകേണ്ടതുണ്ട്. CPM ആണെങ്കിൽ പ്രത്യേകിച്ച് ഇതിലൊരു പ്രതികരണമില്ല, പരാതിപ്പെട്ടിട്ടും മൈൻഡ് ചെയ്യുന്നില്ലെന്നാണ് നൌഷാദിന്റെ പരാതി. തീർച്ചയായും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പരാതി CPM-ന്റെ ജില്ലാ നേതൃത്വം മുതൽ സംസ്ഥാന നേതൃത്വത്തിലുള്ള എല്ലാ ആളുകളുടെ മുൻപിലും പോയി പരാതി നൽകിയവരാണ് ഈ നിക്ഷേപകർ എന്ന് പറയുന്ന ആളുകൾ. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ജില്ലാ കലക്ടർക്ക് കൈമാറി, ജില്ലാ കലക്ടർ ആ പരാതി നേരെ SP-ക്ക് കൈമാറി എന്നതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് വർഷങ്ങളായി CPM-ന്റെ ശ്രദ്ധയിലുള്ള വിഷയമാണ്. AKG സെന്ററിൽ വെച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി ഇതിന്റെ നിക്ഷേപകർ ചർച്ച നടത്തുകയും ഇത് പരിഹരിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് നൽകി. പിന്നീട് ഒന്നും സംഭവിച്ചില്ല. കോഴിക്കോട് ജില്ലയിലെ നിക്ഷേപകർ അവിടെ ഒരു ഹാളിൽ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലും MV ഗോവിന്ദനും അതിൽ പങ്കെടുക്കുകയും അതിനുശേഷം അവിടുത്തെ സമരം അവസാനിപ്പിക്കണമെന്നും പരിഹാരമുണ്ടാക്കുമെന്നും പറഞ്ഞു. ഇത് കേവലം വയനാട്ടിൽ നടന്നൊരു തട്ടിപ്പല്ല. കണ്ണൂര്, വയനാട്, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം തുടങ്ങിയ വിവിധ ജില്ലകളിലെ ഇടതുപക്ഷ അനുഭാവികളായ ആളുകളുടെ പണമാണ് ഇതിനകത്ത് നിക്ഷേപിക്കപ്പെട്ടത്. ഏകദേശം 600ഓളം ആളുകളുടെ പണമുണ്ട്. ഇതെല്ലാ ജില്ലയിലും ഇതിനകത്ത് ഓരോ മീറ്റിങ്ങുകൾ കൂടുകയും ഒരു യോഗ നടപടികൾ ആരംഭിക്കും. CPM ഇടപെടും, നിങ്ങൾ ഇതിൽ പ്രയാസപ്പെടേണ്ട, ഞങ്ങൾ ഇത് പരിഹരിക്കുമെന്നുള്ളതാണ്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് പല ആളുകളും ഇത് പുറത്തു പറയാൻ തയ്യാറാവാതിരുന്നത്. ഇപ്പൊ നൌഷാദ് അടക്കമുള്ള ആളുകൾ CPM അനുഭാവികളാണ്. CPM-നോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകളാണ്. ഭൂരിപക്ഷം 95% ആളുകളും ഇതിൽ CPM അനുഭാവികളായതുകൊണ്ടാണ് അവർ ഈ പാർട്ടിക്ക് ഒരു പ്രയാസം ഉണ്ടാവണ്ട എന്ന് കരുതിയാണ് എല്ലാ തരത്തിലുള്ള ചർച്ചകൾക്കും അവർ തയ്യാറാവുന്നത്. ആ ചർച്ചകൾ നീണ്ടുപോവുകയും നൌഷാദ് ജയിലിൽ പോയി കിടക്കേണ്ട ഒരു സാഹചര്യം വരികയും പ്രസന്ന എന്ന് പറയുന്ന ഒരു വീട്ടമ്മ മകളുടെ കല്യാണത്തിനെടുത്ത് വെച്ച പണമടക്കം പോവുകയും മേപ്പാടിയിൽ ഒരു സുഹൃത്ത് വീട് പണിയാൻ വെച്ച തുക നഷ്ടപ്പെടുകയും ചെയ്തു. ഈ നിക്ഷേപിച്ച പലരും ഇപ്പൊ ഈ ലോകത്ത് മരണപ്പെട്ടു പോയവരൊക്കെ ഉണ്ട്. അവരൊക്കെ ജീവിതത്തിന്റെ നല്ല കാലത്തിന് എടുത്തു വെച്ച പൈസയാണ് ഇതിനകത്ത് പോയത്. CPM ഇതിനകത്ത് ഒരു സ്റ്റാൻഡും എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി CPM-നും സർക്കാരിനും ഇതിനകത്ത് കൃത്യമായ ഇടപെടലുകളുണ്ട്. ഒന്ന്, CPM-ന്റെ മന്ത്രി ശ്രീ OR കേളു ഇതിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു എന്നുള്ളതാണ്. ശ്രീമതി പ്രസന്നയുടെ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് 15 ദിവസത്തിനുള്ളിൽ ഈ പണം തിരിച്ചു നൽകാമെന്ന് ഉറപ്പ് നൽകുന്നത് 3 ആളാണ്. ഒന്ന് അന്ന് MLA ആയിരുന്നു ശ്രീ OR കേളു, ഒന്ന് ബ്രഹ്മഗിരിയുടെ CEO, ഒന്ന് ബ്രഹ്മഗിരിയുടെ ചെയർമാൻ. ഇതിൽ 2 പേർ CPM പാർട്ടിക്കാരും ഒരാൾ CPM നിയോഗിച്ച ഒരു CEO-യുമാണ്. അതിനുശേഷം അവർ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. 2 ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഈ ഡയറക്ടർ ബോർഡിൽ അംഗങ്ങളാണ്. ഒരാൾ ചിഞ്ചുറാണി മിനിസ്റ്ററുടെ വകുപ്പിന് കീഴിലുള്ളതാണ് 2 പേരും. ആ 2 ഉദ്യോഗസ്ഥർ, ജില്ലാതല ഉദ്യോഗസ്ഥർ ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരിക്കെ അപ്പൊ സർക്കാരിനും ഇതിനകത്ത് പങ്കുണ്ട്. കാരണം സർക്കാരിന് 2 ഉദ്യോഗസ്ഥർ, ഇത്രയധികം ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെ ഓരോ തവണ ചോദിക്കുമ്പോഴും ഇപ്പൊ വീണ്ടും സൊസൈറ്റി നമ്മൾ വീണ്ടും തുറക്കും എന്നുള്ള രീതിയിൽ ഇവരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൂടിയുണ്ട്. അപ്പം നിലവിൽ കോൺഗ്രസ് പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുണ്ട്. എങ്ങനെയായിരിക്കും അത് ശക്തമാക്കുക? എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? ഈ നിക്ഷേപകരോട് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞ കാര്യം, നിങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഞങ്ങളുടെ പ്രയാസപ്പെടുത്തുന്ന കാര്യമല്ല. നിങ്ങൾ CPM ആണ്, ഞങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. കാരണം അതിനകത്തൊരു ബാർഗെയിനിങ്ങിനല്ല കോൺഗ്രസ് നിൽക്കുന്നത്. പക്ഷെ ഇവർ പുറത്തു വന്നാൽ ഇവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും നമ്മൾ ചെയ്യും. നമ്മൾ ഒരു വിഷയത്തിൽ ഇപ്പോഴും എത്തിയിട്ടുള്ളൂ. നിക്ഷേപകരുടെ കാര്യത്തിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. ഇതിന് അപ്പുറം 4 ആളുകൾ കൂടെയുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെയും മീഡിയ വണ്ണിൽ പറഞ്ഞതുപോലെ കുടുംബശ്രീയുടെ പാവപ്പെട്ട വീട്ടമ്മമാർ ഇതിനകത്ത് പ്രയാസത്തിലാണ്. ഇവരുടെ വിശ്വസിച്ച് ഒരു സർക്കാർ സംവിധാനം, CPM ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാർ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് കോഴി വളർത്തലിന് വേണ്ടി ബാങ്കുകളിൽ നിന്ന് വായ്പ നിങ്ങൾ ധൈര്യമായി എടുത്തോളൂ, ബ്രഹ്മഗിരി കോഴിയെ തരും, അതിനെ വളർത്തുമ്പോൾ കിലോ കണക്കിന് വില കെട്ടി തൂക്കി ഞങ്ങൾ എടുക്കുന്നു പറഞ്ഞ് JLG ലോൺ എടുത്ത വീട്ടമ്മമാരുടെ പ്രശ്നം ഒരു ഭാഗത്ത് കിടപ്പുണ്ട്. നിക്ഷേപകരുടെ പ്രശ്നം രണ്ടാമതാണ് കിടക്കുന്നത്. സർവീസ് സഹകരണ ബാങ്കുകൾ 2.5 കോടി രൂപ നിക്ഷേപിച്ചത് വേറൊരു ഭാഗമായി കിടക്കുന്നുണ്ട്. മിൽക്ക് സൊസൈറ്റികൾ നിക്ഷേപിച്ച തുക, അതിനകത്ത് മറുപടിയില്ല. സർക്കാർ ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്ത പണം കാണാനില്ല. ഇതെല്ലാം ഇതിനകത്ത് പ്രതിസന്ധിയാണ്. സർക്കാരിന്റെ പണം എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ നികുതി പണമാണ്. അതിന് ഉത്തരവാദിത്തം സർക്കാർ പറയണ്ടേ? സർക്കാർ ഒരു ഏജൻസിക്ക് ഒരു പണം വാരി കൊടുത്തതിന് ശേഷം അത് എങ്ങനെ ചെലവഴിച്ചു, അതിന്റെ UC കിട്ടിയിട്ടുണ്ടോ, എത്ര ചെലവഴിച്ചു, എങ്ങനെ, അത് സർക്കാർ ബാലഗോപാൽ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹം അത് പറയുന്നില്ല. അപ്പൊ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുടുംബശ്രീ പറയുന്നില്ല. നിരവധി പേര് ഇതിൽ പ്രശ്നത്തിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമാണ്, ഗുരുതരമായ അവസ്ഥയാണ്. ആത്മഹത്യാ ഭീഷണികൾ ഉണ്ടാകുന്നു. ആളുകൾക്ക് പണം തിരികെ കൊടുക്കുക എന്നുള്ളതും വലിയ ഉത്തരവാദിത്വമാണ്. കോൺഗ്രസ് അതിന് മാതൃക കാണിച്ചതേ ഉള്ളൂ ഈ കഴിഞ്ഞ ആഴ്ച. നന്ദി പ്രതികരിച്ചതിന്.